ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും നീതി തടസ്സപ്പെടുത്തിയതിന് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന. ജനുവരി 19 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീം ഖാൻ 172 പേജുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചതായി ഡെമോക്രസി ഫോർ അറബ് വേൾഡ് നൗ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയതിന് ബൈഡനെതിരെയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെതിരെയും മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെതിരെയും ICC അന്വേഷണം നടത്തണമെന്നും ഈ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബൈഡൻ്റെ കീഴിൽ ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ വംശഹത്യ നടത്തിയപ്പോൾ 2023 ഒക്ടോബർ മുതൽ 2024 ഒക്ടോബർ വരെ അമേരിക്ക ഇസ്രായേലിന് $17.9 ബില്യൺ സൈനിക സഹായമാണ് നൽകിയത്. ഇസ്രായേലിന് അമേരിക്ക പതിവായി നൽകുന്ന വാർഷിക സൈനിക സഹായത്തിൻ്റെ 6 ഇരട്ടിയായിരുന്നു ഇത്. അമേരിക്കൻ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഗാസയിൽ യുദ്ധകുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ലെന്ന് മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ഒരു സംഘടന മുൻ പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ആവശ്യപ്പെടുന്നത്. പലസ്തീനിലെ ആശുപത്രികളിലും സ്കൂളുകളിലും വീടുകളിലും വർഷിച്ച ബോംബുകൾ അമേരിക്കൻ ബോംബുകളാണ്. എല്ലാം നടന്നത് അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നാണ് സംഘടനയിലെ അംഗമായ റീഡ് ബ്രോഡി പറയുന്നത്. കൂടാതെ ഗാസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും ബലമായി ഒഴിപ്പിച്ച് ആ പ്രദേശം പിടിച്ചെടുക്കാനുള്ള പദ്ധതി നിർദ്ദേശിച്ച ട്രംപ് കടുത്ത നിയമലംഘനങ്ങളാണ് നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ട്രംപ് ഇസ്രായേലി കുറ്റവാളികളെ രക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്ന് സംഘടനയുടെ അഭിഭാഷക ഡയറക്ടർ റെയ്ഡ് ജറാറും പറയുന്നു. ഗാസയിൽ നിന്ന് എല്ലാ പലസ്തീനികളെയും മാറ്റാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെക്കുറിച്ചും അന്വേഷണം വേണം. ഇസ്രായേലിൻ്റെ കുറ്റകൃത്യങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് മാത്രമല്ല, ജനങ്ങൾക്ക് മേലുള്ള ഇത്തരം നിർബന്ധിത തീരുമാനങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്ന് ജറാർ പറഞ്ഞു. നെതന്യാഹു ഇപ്പോൾ ഗാസക്കെതിരായ യുദ്ധം വീണ്ടും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്നും എന്നാൽ അതിനെതിരെ ഇസ്രായേലി പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും അൽ ജസീറ ചാനലും റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ രണ്ടാം ഘട്ട യുദ്ധവും ഇസ്രായേൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഗാസയിലെ വംശഹത്യയെയും ഇസ്രായേലിൻ്റെ ആസൂത്രിതമായ ആക്രമണത്തെയും അധിനിവേശത്തെയും ഇറാൻ ശക്തമായി അപലപിക്കുന്നുവെന്നും ഈ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാക്കണമെന്നും ഇറാൻ മന്ത്രിയായ അരാക്സിയും പറഞ്ഞു. അധിനിവേശത്തിനുമെതിരായ ചെറുത്തുനിൽപ്പ് ഒരിക്കലും അവസാനിക്കില്ലെന്ന് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖൊമേനിയും പറഞ്ഞിട്ടുണ്ട്. അന്തിമ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ വംശഹത്യ നടത്തുന്നതിന് ഇസ്രായേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെയാണ് എതിർപ്പുകൾ വരുന്നത്. അതുകൊണ്ട് എടുത്തുചാട്ടങ്ങൾ കുറച്ചില്ലെങ്കിൽ നെതന്യാഹുവിന് ഇനിയും പല തിരിച്ചടികളും നേരിടേണ്ടി വരും. ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെങ്കിലും അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സഹായങ്ങൾ ഇതോടെ താൽക്കാലികമായി നിർത്തിവെക്കാനും സാധ്യതയുണ്ട്.